നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ പറയുന്നു എന്നതും ഒരുപോലെ പ്രസക്തമാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ശിഷ്യന്മാർ സംസാരിച്ചിരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ വസ്തു ഏതെന്ന് അവരിൽ ഒരാൾ ചോദിച്ചു. പലരും പലതും പറഞ്ഞു. തർക്കങ്ങളും പ്രതിവാദങ്ങളുമായി. അവസാനം ഗുരുവിനോട് ചോദിക്കാൻ തീരുമാനമായി. ചോദ്യം കേട്ട് ഗുരു പ്രകോപിതനായി. ഇത്രയും നാൾ പരിശീലിച്ചിട്ടും ഈ ചെറിയ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും നിങ്ങൾക്കറിയില്ലേ? ഗുരു ദേഷ്യപ്പെട്ടു. ഗുരു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അവർ അത്ഭുതപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം പറഞ്ഞു, എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഒഴിവു സമയത്തും നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ശിഷ്യന്മാർക്ക് ആശ്വാസമായി. ഗുരു തുടർന്നു, ഞാൻ 2 വിധത്തിൽ നിങ്ങളോട് പെരുമാറി. ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഞാൻ കാണാതെ എന്നെ വിമർശിച്ചു. അഭിനന്ദിച്ചപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു. വാക്കുകളാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായത്. നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താം, മുറിപ്പെടുത്താം, അഭിനന്ദിക്കാം, അവഹേളിക്കാം, വളർത്താം, തളർത്താം. വാക്കുകൾ വിഷലിപ്തവും വിശുദ്ധവുമാക്കാം. നിഘണ്ടുവിൽ പദാനുപത അർത്ഥങ്ങളെ ഉണ്ടാകൂ. പക്ഷേ പറയുന്നവരുടെ മനോഭാവത്തിനും ഉപയോഗിക്കുന്ന സാഹചര്യത്തിനുമനുസരിച്ച് അർത്ഥവ്യത്യാസം സംഭവിക്കാം. മിടുക്കനാണ് എന്നൊരു വാക്ക് നമുക്ക് അനുമോദിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിക്കാം. എന്തു പറയുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ പറയുന്നു എന്നതും ഒരുപോലെ പ്രസക്തമാണ്. വാളുകൊണ്ട് മുറിഞ്ഞാൽ നമുക്ക് മരുന്ന് വയ്ക്കാം. പക്ഷേ വാക്കുകൊണ്ട് മുറിഞ്ഞാൽ അതൊരു വ്രണമായി ആയുസ് മുഴുവൻ നിലനിൽക്കും. നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ കണ്ണിൽ തെളിച്ചമുണ്ടാക്കുന്നതാകട്ടെ. ഒരുപടി മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാകട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.